60 വയസ്സുള്ള ഒരു കോടീശ്വരി 22 വയസ്സുള്ള ഒരു യുവാവിന് ജോലി നൽകി. അതുമാത്രമല്ല, അവനെ തന്റെ വീട്ടിൽ താമസിപ്പിച്ച് 3 നേരം ഭക്ഷണവും വസ്ത്രങ്ങളും നൽകി. സ്വന്തം മകനെപ്പോലെ നോക്കി. പക്ഷേ ആ യുവാവ് ആദ്യ രാത്രിയിൽ തന്നെ കിടപ്പുമുറിയിൽ പോയി എന്താ ചെയ്തതെന്ന് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. മണിപ്പൂർ നഗരത്തിൽ താമസിക്കുന്ന 60 വയസ്സുള്ള മാധവി എന്ന സ്ത്രീ MP ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഡയറക്ടറാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അവരുടെ പേര് ഭയങ്കര ഫേമസ് ആണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നൽകി അവരുടെ ജീവിതം മാറ്റിമറിച്ച മാധവി കഠിനാധ്വാനത്തോടെ തന്റെ വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്തവളാണ്. അവരുടെ ജീവിതം വളരെ അച്ചടക്കത്തോടെ നീങ്ങിയിരുന്നു. രാവിലെ യോഗ ചെയ്ത് പത്രം വായിച്ച് ദിവസത്തെ ജോലികൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് കമ്പനി മീറ്റിങ്ങുകൾ, വൈകുന്നേരം വീട്ടിലെത്തി പുസ്തകങ്ങൾ വായിക്കുകയും സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇതായിരുന്നു അവരുടെ ഹോബി. ഒരു ദിവസം മാധവി നഗരത്തിലെ വലിയ മാളിലേക്ക് ഷോപ്പിങ്ങിന് പോയി. അവിടെ ലോകപ്രശസ്ത ബ്രാൻഡുകളുടെ സാധനങ്ങൾ ലഭ്യമായിരുന്നു. മാസത്തിൽ ഒരിക്കൽ അവർ അവിടെ പോയി ഷോപ്പിംഗ് ചെയ്യുമായിരുന്നു. തനിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മാളിൽ ഉള്ളവർ അവരെ തിരിച്ചറിഞ്ഞു ബഹുമാനത്തോടെ വന്ദനം ചെയ്തു. ഷോപ്പിംഗ് കഴിഞ്ഞ് ബില്ലടക്കാൻ കാഷ്യർ ഭാഗത്തേക്ക് വന്നു. അവിടെ 22 വയസ്സുള്ള യശ്വന്തർ എന്ന യുവാവ് കാഷ്യറോട് ജോലിക്കായി അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. അവന്റെ മുഖത്തുള്ള നിസ്സഹായത വ്യക്തമായി കാണാനുണ്ടായിരുന്നു. അവൻ കരഞ്ഞുകൊണ്ട് ജോലിക്കായി യാചിച്ചു. മാധവി യശ്വന്തറിനെ കണ്ടു. അവന്റെ അവസ്ഥ മാധവിയുടെ മനസ്സിനെ സ്പർശിച്ചു. നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു. യശ്വന്തർ ആശ്ചര്യത്തോടെ എന്റെ പേര് യശ്വന്തർ മാഡം എന്ന് പറഞ്ഞു. നീ ഏതു നാട്ടുകാരനാ? ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് മാധവി ചോദിച്ചു. യശ്വന്തറിന്റെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. മാഡം, ഞാൻ ജോലിക്കായി വന്നതാണ്. ഞാൻ ഒരു അനാഥനാണ്. ചെറുപ്പത്തിലെ എൻ്റെ അച്ഛൻ മരിച്ചു. അടുത്തിടെ എൻ്റെ അമ്മയും എന്നെ വിട്ടുപോയി. ഈ ലോകത്ത് എനിക്ക് ആരുമില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവന്റെ കണ്ണീർ കണ്ട് മാധവിയുടെ ഹൃദയം പെടഞ്ഞു. യശ്വന്തർ എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുമോ എന്ന് ചോദിച്ചു. യശ്വന്തറിന് വിശ്വസിക്കാനായില്ല. തീർച്ചയായും ചെയ്യാം മാഡം. എനിക്ക് 3 നേരം ഭക്ഷണം മാത്രം തന്നാൽ മതി എന്ന് സന്തോഷത്തോടെ പറഞ്ഞു. മാധവി പറഞ്ഞു, നിനക്ക് 3 നേരവും ഭക്ഷണവും വീടും വസ്ത്രങ്ങളും തരാം. മാസം 15,000 രൂപ ശമ്പളവും തരാം എന്ന് പറഞ്ഞു. ഈ വാക്കുകൾ കേട്ട യശ്വന്തറിന് സന്തോഷമായി. അവരോട് നന്ദി പറഞ്ഞ് തന്റെ ബാഗ് എടുത്ത് അവരോടൊപ്പം പോയി. മാധവി യശ്വന്തറിനെ കാറിൽ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവരുടെ വീട് കണ്ട് യശ്വന്തർ ഒരു നിമിഷം ഞെട്ടിപ്പോയി. വലിയ ഒരു ബംഗ്ലാവ്, വലിയ വലിയ ഗേറ്റുകൾ, വിശാലമായ പൂന്തോട്ടം, ഗംഭീരമായ പ്രവേശന കവാടം, ഇതെല്ലാം അവനെ അത്ഭുതപ്പെടുത്തി. ആ ബംഗ്ലാവിൽ 10-ലധികം ജോലിക്കാരുണ്ടായിരുന്നു. മാധവി യശ്വന്തറിന് ഒരു ആഡംബര മുറി കാണിച്ചു. ഇതാണ് നിന്റെ മുറി, ഇന്നു മുതൽ ജോലി തുടങ്ങാം എന്ന് പറഞ്ഞു. യശ്വന്തർ തലയാട്ടി നന്ദി പറഞ്ഞു. തന്റെ ബാഗ് മുറിയിൽ വെച്ച് ജോലിക്ക് തയ്യാറായി. ആദ്യം മാധവിയുടെ മുറിയും വീടിന്റെ മറ്റു ഭാഗങ്ങളും വൃത്തിയാക്കി. പിന്നീട് വരാന്തയിലെ ചെടികൾക്ക് വെള്ളമൊഴിച്ചു. അവർ വളർത്തുന്ന നായയെ കുളിപ്പിച്ചു. യശ്വന്തർ ഓരോ ജോലിയും വളരെ ശ്രദ്ധയോടെ ചെയ്തു. രാത്രിയായപ്പോൾ പാചകക്കാരൻ ഭക്ഷണം തയ്യാറായി മാഡം എന്ന് വന്ന് പറഞ്ഞു. മാധവി ഡൈനിങ് ടേബിൾമേ ഇരുന്ന് യശ്വന്തറിനെ വിളിച്ചു. നീയും എൻ്റെ കൂടെ ഇരുന്നു കഴിക്കൂ എന്ന് പറഞ്ഞു. യശ്വന്തർ പറഞ്ഞു, അയ്യോ മാഡം, നിങ്ങളെ കൂടെ ഇരുന്ന് കഴിക്കാനോ? എന്നാൽ മാധവിയുടെ നിർബന്ധത്താൽ അവൻ സമ്മതിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാധവി യശ്വന്തറിനോട് ചോദിച്ചു, നിന്റെ നാട് ഏതാണ്? നീ എന്തിനാണ് ഈ ചെറുപ്രായത്തിൽ ജോലിക്ക് വരുന്നത്? മാഡം, ഞാൻ മുംബൈയിലെ ദാദർ കോളനിയിൽ നിന്നാണ്. എൻ്റെ അച്ഛൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. കമ്പനിയിൽ വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടിൽ മരിച്ചു. എൻ്റെ അമ്മ എന്നെ കഷ്ടപ്പെട്ട് വളർത്തി. എന്നെ ഡിഗ്രി വരെ പഠിപ്പിച്ചു. പക്ഷേ കഴിഞ്ഞ മാസം അമ്മയും എന്നെ ഒറ്റക്കാക്കി പോയി എന്ന് വിഷമത്തോടെ പറഞ്ഞു. മാധവി അവനെ ആശ്വസിപ്പിച്ചു. യശ്വന്തർ, നീ വിഷമിക്കേണ്ട. ഇനി മുതൽ നീ എൻ്റെ മകനെ പോലെയാണ്. നീ ഒരു അനാഥനാണെന്ന് തോന്നിപ്പിക്കാതെ നിന്നെ ഞാൻ നോക്കിക്കോളാം. ധൈര്യമായി ഇരിക്കൂ. നിനക്ക് എല്ലാ സൗകര്യങ്ങളും ഞാൻ തരാം. കഠിനാധ്വാനം ചെയ്ത് നല്ല ഭാവി കെട്ടിപ്പടുക്ക് എന്ന് പറഞ്ഞു. അവരുടെ വാക്കുകൾ യശ്വന്തറിന് ധൈര്യം പകർന്നു. അവൻ നന്ദിയോടെ അവരെ നോക്കി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ മാധവി യശ്വന്തറിനോട് പറഞ്ഞു, എനിക്ക് അർദ്ധരാത്രി ചൂടുവെള്ളം കുടിക്കുന്ന ശീലമുണ്ട്. നീ എൻ്റെ മുറിയിൽ തന്നെ കിടക്ക്. എനിക്ക് എന്തേലും ആവശ്യമായാൽ സഹായമാവും എന്ന് പറഞ്ഞു. യശ്വന്തർ ശരി മാഡം എന്ന് പറഞ്ഞു. അവരുടെ കട്ടിൽ നിന്ന് അല്പം അകലെ കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മാധവി നല്ല ഉറക്കത്തിലായിരുന്നു.
യശ്വന്തറും ഉറങ്ങി. മാധവിക്ക് തൻ്റെ ഉറക്കത്തിൽ ആരോ തൻ്റെ അരികിൽ കൈവച്ച് തടവുന്നതുപോലെ തോന്നി. ഭയത്തോടെ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ യശ്വന്തർ അവരുടെ അരികിൽ കിടക്കുന്നു. മാധവി ഉച്ചത്തിൽ അലറി അവനെ തള്ളിമാറ്റി. യശ്വന്തർ ഉറക്കത്തിൽ നിന്ന് നെട്ടി എണീച്ച് "എന്തു പറ്റി മാഡം" എന്ന് ചോദിച്ചു. മാധവി ദേഷ്യത്തോടെ "നീ എന്തിനാ എൻ്റെ അടുത്ത് കിടക്കുന്നത്? എൻ്റെ അടുത്തേക്ക് എന്തിനാണ് വന്നത്? നിന്റെ ഉദ്ദേശം എന്താണ്?" എന്ന് അലറി ചോദിച്ചു. ആ അലർച്ച കേട്ട് വീട്ടിലെ ജോലിക്കാർ ഓടി വന്നു. യശ്വന്തർ ഭയത്തോടെ "മാഡം, ദയവായി എന്നോട് ക്ഷമിക്കൂ. എനിക്ക് ഉറക്കത്തിൽ നടക്കുന്ന രോഗമുണ്ട്. ഇത് കാരണത്താൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ എന്നോട് ക്ഷമിക്കൂ." അവൻ ഉറക്കത്തിൽ നടക്കുന്ന രോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാധവി കുറച്ച് ശാന്തമായി. "ശരി, നീ മറ്റൊരു റൂമിൽ പോയി കിടക്കൂ" എന്ന് പറഞ്ഞു. യശ്വന്തർ അവരുടെ വാക്കനുസരിച്ച് തൻ്റെ മുറിയിൽ പോയി കിടന്നു. പക്ഷേ ആദ്യ ദിവസം തന്നെ മാധവിയോട് പ്രശ്നമുണ്ടാക്കിയല്ലോ എന്നാലോചിച്ച് അവന് ഉറക്കം വന്നില്ല. പിറ്റേന്ന് രാവിലെ യശ്വന്തർ മാധവിക്ക് കുളിക്കാനുള്ള വെള്ളം തയ്യാറാക്കി കാപ്പി കൊണ്ടുവന്നു കൊടുത്തു. മാധവി അവൻ്റെ മുഖത്ത് നോക്കാതെ കാപ്പി ഒടിച്ചുകൊണ്ട് കുളിക്കാൻ പോയി. ആ ദിവസം മുതൽ യശ്വന്തർ അവരുടെ പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണം, മറ്റ് ആവശ്യങ്ങൾ എന്നിവയെല്ലാം വളരെ ശ്രദ്ധയോടെ നോക്കി. അവൻ്റെ സത്യസന്ധത കണ്ട മാധവി പറഞ്ഞു, "നിന്റെ രാത്രി ഉറക്കത്തിൽ നടക്കുന്ന സ്വഭാവം മാറ്റാൻ അടുത്ത ആഴ്ച നമുക്കൊരു പ്രശസ്ത ഡോക്ടറെ കാണണം." യശ്വന്തർ "ശരി മാഡം" എന്ന് പറഞ്ഞു. പിന്നെയുള്ള ദിവസങ്ങളെല്ലാം സാധാരണമായി പോയി. അവൻ ശ്രദ്ധയോടെ അവൻ്റെ ജോലികളെല്ലാം ചെയ്തു. പക്ഷേ ഒരു ദിവസം അർദ്ധരാത്രിയിൽ മാധവി വെള്ളം കുടിക്കാൻ പുറത്തു വന്നപ്പോൾ യശ്വന്തർ അവരുടെ മുറിയുടെ വാതിൽക്കേ കിടക്കുന്നു. ഇവൻ ഉറക്കത്തിൽ നടന്നു വന്ന് എൻ്റെ വാതിൽക്കേ കിടക്കുന്നു എന്നു കരുതി മാധവി അവനെ ഉണർത്തി. സ്വയം ഇരുന്ന് അവനെ അവൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി വിട്ടു. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ മാധവി കാപ്പി കുടിച്ച് കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ യശ്വന്തർ കുളിമുറിയുടെ അടുത്ത് നിൽക്കുന്നു. അവർ ഞെട്ടിപ്പോയി. "നീ എന്താണിവിടെ ചെയ്യുന്നത്?" എന്ന് ചോദിച്ചു. യശ്വന്തർ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, "മാഡം, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കാൻ വന്നതാ." മാധവിക്ക് ദേഷ്യം വന്നു. "നീ ഞാൻ പറഞ്ഞ ജോലി മാത്രം ചെയ്താൽ മതി. ഇനി മുതൽ എൻ്റെ മുറിയുടെ അടുത്തോ കുളിമുറിയുടെ അടുത്തോ നിന്നെ കാണരുത്" എന്ന് പറഞ്ഞു അവനെ മുറിയിൽ നിന്ന് പുറത്താക്കി. ആ ദിവസം യശ്വന്തർ ചെയ്ത ജോലികളും അവൻ്റെ നോട്ടവും മാധവിക്ക് അസ്വസ്ഥത ഉണ്ടാക്കി. അതേ ദിവസം അർദ്ധരാത്രിയിൽ വെള്ളം കുടിച്ച് വന്നതിന് ശേഷം മാധവി മുറി പൂട്ടാൻ മറന്നുകൊണ്ട് കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ യശ്വന്തർ ഉറക്കത്തിൽ നടന്ന് അവരുടെ മുറിയിലേക്ക് വന്നു. അവരെ കെട്ടിപ്പിടിച്ചു കിടന്നു. ആരോ തൻ്റെ മേൽ കൈവച്ചതുപോലെ തോന്നി. മാധവി ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു. യശ്വന്തർ അവരുടെ മേത്ത് കൈവച്ച് നല്ല ഉറക്കത്തിൽ ആയിരുന്നു. ഇത് കണ്ട മാധവി അവനെ അടിച്ച് എണീപ്പിച്ചു. യശ്വന്തർ പേടിച്ചെണീച്ചു. "എന്തു പറ്റി മാഡം?" എന്ന് ചോദിച്ചു. മാധവി ദേഷ്യത്തോടെ "നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നിന്നോട് ഞാൻ എത്ര തവണ പറയണം എൻ്റെ മുറിയിലേക്ക് വരരുത് എന്ന്? നീ മനഃപൂർവ്വം എൻ്റെ അടുത്തേക്ക് വരികയാണ്. നീ കാരണം എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകൂ" എന്ന് ദേഷ്യത്തോടെ അലറി. യശ്വന്തർ തൻ്റെ രോഗം കാരണമാണ് ഇങ്ങനെ ചെയ്തെങ്കിലും ഇത് മാധവിയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. "ഇത്ര ചെറിയൊരു പയ്യൻ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ പോയാൽ എൻ്റെ മാനത്തിന് അപകടമാണ്" എന്ന് അവർ ചിന്തിച്ചു. ഇത്രനാൾ മാധവി യശ്വന്തറിനോട് കാണിച്ച കരുണ തെറ്റായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. അവർ ഒരു തീരുമാനത്തിലേക്ക് വന്നു. പിറ്റേന്ന് രാവിലെ യശ്വന്തർ കാപ്പി കൊടുക്കാൻ വന്നപ്പോൾ മാധവി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. "യശ്വന്തർ, ഇനി മുതൽ നീ ഇവിടെ ജോലി ചെയ്യണ്ട. നീ രാത്രി എൻ്റെ മുറിയിലേക്ക് വരുന്നത് ആളുകൾ അറിയുന്നത് എനിക്ക് വളരെ മോശമാണ്. മാധവി എന്ന പേരു കേട്ടാൽ ആളുകൾ ബഹുമാനിക്കും. ആ ബഹുമാനം നീ കാരണത്താൽ നഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കില്ല" എന്ന് പറഞ്ഞ് അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ജോലി നഷ്ടപ്പെട്ട യശ്വന്തറിന് വിഷമമായി. തൻ്റെ ബാഗ് പോലും എടുക്കാണ്ട് മാധവിയുടെ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോയി. പിന്നീട് മാധവി പതിവ് പോലെ കാപ്പി കുടിച്ച് കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് മുറിയിലെത്തിയ മാധവി തൻ്റെ മുറിയിലുണ്ടായിരുന്ന ഒരു വലിയ പെട്ടി നോക്കി. ആ പെട്ടി തുറന്നു കടക്കുകയായിരുന്നു. അവരുടെ അരയിൽ കെട്ടിയിരുന്ന താക്കോൽ അവിടെ തൂങ്ങിക്കിടന്നു. അവർ ഭയത്തോടെ പണം മോഷ്ടിക്കപ്പെട്ടോ എന്ന് തെരഞ്ഞു. പണമോ സ്വർണമോ ഒന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ കുറച്ച് രഹസ്യ ഫയലുകളും ഫോട്ടോകളും മോഷ്ടിക്കപ്പെട്ടിരുന്നു. ഇത് കണ്ട മാധവി നെട്ടലിൽ ഇരുന്നു പോയി. അപ്പോൾ യശ്വന്തർ ഉറക്കത്തിൽ നടക്കുന്ന രോഗം ഉണ്ടെന്ന് പറഞ്ഞത് കള്ളമാണ്. അവൻ രാത്രി എൻ്റെ അരികിൽ വന്ന് എൻ്റെ അരയിൽ നിന്ന് ഈ ചാവിയാണ് എടുത്തിരുന്നത്. യശ്വന്തർ തന്നെ വഞ്ചിച്ചുവെന്ന് അവർക്ക് മനസ്സിലായി. അവരുടെ മനസ്സിൽ ഒട്ടേറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു.
ആരാണ് യശ്വന്തർ? അവന്റെ ഉദ്ദേശം എന്താണ്? ആ ഫയലുകൾ കൊണ്ട് അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഉടനെ യശ്വന്തർ പറഞ്ഞ മുംബൈയിലെ ദാദർ കോളനിയിലേക്ക് പോയി. അവിടെ ആളുകളോട് യശ്വന്തറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ യശ്വന്തർ എന്ന ആരുമില്ല എന്ന് പറഞ്ഞു. അവർ വീട്ടിലേക്ക് വന്ന് ആലോചിച്ചു. അവന്റെ മുറിയിൽ എന്തെങ്കിലും തെളിവ് കിട്ടിയേക്കാം എന്നു കരുതി യശ്വന്തറിന്റെ മുറിയിലേക്ക് പോയി. അവിടുന്ന് അവന്റെ ബാഗ് കിട്ടി. സിബ് തുറന്നു നോക്കിയപ്പോൾ കുറച്ച് വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. വസ്ത്രങ്ങളെല്ലാം പുറത്തെടുത്തപ്പോൾ അവന്റെ പേഴ്സ് കിട്ടി. അത് തുറന്നു നോക്കിയ മാധവിയുടെ മനസ്സ് ശൂന്യമായി. കാരണം ആ പേഴ്സിൽ യശ്വന്തറിന്റെ മാതാപിതാക്കളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ കണ്ടയുടനെ മാധവിയുടെ കൈകൾ വറച്ചു, ശരീരം വേർത്തു. കഴിഞ്ഞകാല സംഭവങ്ങൾ അവരുടെ കണ്ണുകളിൽ തെളിഞ്ഞു. യശ്വന്തറിന്റെ പിതാവ് ഒരു സമ്പന്ന വ്യവസായി ആയിരുന്നു. മാധവി ആ കമ്പനിയിൽ സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്നു. അവർ തന്റെ സൗന്ദര്യവും ബുദ്ധിശക്തിയും ഉപയോഗിച്ച് യശ്വന്തറിന്റെ പിതാവിനെ തന്റെ വരുതിയിൽ നിർത്തി. ആഴ്ചയിൽ 4 ദിവസം അവനെ തന്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. യശ്വന്തറിന്റെ പിതാവ് അവരുടെ വാക്കുകൾക്ക് അടിമപ്പെട്ടിരുന്നു. മാധവിക്ക് അവനോട് പ്രണയം ഉണ്ടായിരുന്നില്ലെങ്കിലും അവന്റെ സമ്പത്തിന്റെ മേത്തായിരുന്നു അവരുടെ കണ്ണ്. അവന്റെ ദൗർബല്യം ഉപയോഗിച്ച് കമ്പനിയുടെ രേഖകൾ പകർത്തി. പതുക്കെ കമ്പനിയുടെ ഓഹരികൾ തന്റെ പേരിലേക്ക് മാറ്റി. സമ്പത്ത് കൈവശപ്പെടുത്തിയ ഉടനെ യശ്വന്തറിന്റെ പിതാവിനെ ക്രൂരമായി കൊലപ്പെടുത്തി. ആ കുറ്റം യശ്വന്തറിന്റെ അമ്മയുടെ മേൽ ചുമത്തി. കോടതി യശ്വന്തറിന്റെ അമ്മയ്ക്ക് 30 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചു. ചെറുപ്പത്തിൽ തന്നെ അനാഥനായ യശ്വന്തർ കോടതി ഉത്തരവിനനുസരിച്ച് അനാഥാലയത്തിൽ വളർന്നു. വലുതായപ്പോൾ തന്റെ അമ്മയെ കാണാൻ ജയിലിലേക്ക് പോയിരുന്നു. തനിക്ക് നടന്ന അനീതിയെക്കുറിച്ച് അമ്മ അവനോട് പറഞ്ഞു. തന്റെ അമ്മയ്ക്ക് നീതി നേടിക്കൊടുക്കാനും പിതാവിന്റെ സമ്പത്ത് തിരിച്ചു പിടിക്കാനും യശ്വന്തർ ഒരു തൊഴിലാളിയായി മാധവിന്റെ വീട്ടിൽ ചെന്നു. അവരുടെ പെട്ടിയിൽ നിന്ന് പിതാവിന്റെ കൊലപാതകത്തിനും സമ്പത്തിനും ബന്ധപ്പെട്ടുള്ള ഫയലുകൾ, ഫോട്ടോകളും മോഷ്ടിച്ചു. മാധവി കഴിഞ്ഞകാല സംഭവങ്ങൾ ഓർത്തിരിക്കുമ്പോൾ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാൻ വന്നു. പോലീസ് അന്വേഷണം നടത്തി. അവരെ കോടതിയിലേക്ക് കൊണ്ടുപോയി. കോടതി മുറ്റത്ത് യശ്വന്തിനെ മുഖാമുഖം കണ്ട മാധവി തലകുനിച്ച് അകത്തേക്ക് പോയി. കോടതിയിൽ യശ്വന്തർ താൻ ശേഖരിച്ച തെളിവുകൾ ഓരോന്നായി അവതരിപ്പിച്ചു. പിതാവിന്റെ കമ്പനിയുടെ സാമ്പത്തിക രേഖകൾ, കൊലപാതക ദിവസത്തെ മാധവിയുടെ ഫോൺ കോൾ വിവരങ്ങൾ, ഇവയെല്ലാം മാധവി ചെയ്ത തെറ്റുകൾ വെളിപ്പെടുത്തി. യശ്വന്തറിന്റെ തെളിവുകൾ മാധവിക്ക് എതിരായ ആരോപണങ്ങളെ ശക്തിപ്പെടുത്തി. ഒടുവിൽ കോടതി യശ്വന്തറിന്റെ അമ്മയെ വിട്ടയച്ചു. യശ്വന്തറിന് തന്റെ അച്ഛന്റെ സമ്പത്ത് തിരിച്ചു കിട്ടി. മാധവിയുടെ കുറ്റങ്ങൾക്ക് 30 വർഷ ജയിൽ ശിക്ഷ ലഭിച്ചു. യശ്വന്തറിന്റെ നീണ്ട പോരാട്ടം വിജയിച്ചു. അനീതി തോറ്റു, നീതി ജയിച്ചു.